തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയുള്ള 5 ഭാരവാഹികൾ PV അൻവറിനെതിരെ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായാണ് വിവരം. സ്വന്തം നേട്ടത്തിനു വേണ്ടി അൻവർ പാർട്ടിയെ കരുവാക്കുകയാണെന്നും സംഘടനയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നുമാണ് മമതാ ബാനർജിക്ക് അയച്ച കത്തിലെ പരാമർശം. അതേസമയം PV അൻവറുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്ന കോൺഗ്രസ് നേതൃത്വം തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അൻവറിനെ മാത്രം മുന്നണിയുടെ ഭാഗമാക്കാമെന്ന നിലപാടിനോട് തൃണമൂൽ നേതൃത്വവും കടുത്ത വിയോജിപ്പിലാണ്. അതേസമയം PV അൻവറിനെ പ്രത്യേക ക്ഷണിതാവാക്കി UDFന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകളാണ് നേതൃതലത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് വിവരം. എന്നാൽ അൻവർ UDFന് അനിവാര്യനാണെന്ന നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും അർഹമായ പരിഗണന മുന്നണിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ മനോജ് കുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. PV അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ഏറെ സ്വാഗതാർഹമാണ്. PV അൻവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും മുന്നണിയിലെ ഒരു കംഫർട്ട് സോണിൽ, ഞാൻ വാക്ക് വ്യക്തമായി പറയുന്നു, ഒരു കംഫർട്ട് സോണിൽ PV അൻവർ ഉൾപ്പെടുന്ന പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചരിത്രപരമായ വൻ വിജയം നിലമ്പൂർ മണ്ഡലത്തിൽ നേടും. മുന്നണി പ്രവേശനം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തിയ PV അൻവർ അനാഥനാകില്ലെന്ന നിലപാടിലാണ് UDF ഘടകകക്ഷികൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.